നമസ്കാരം. വീണയുടെ മാസപ്പടി കേസിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ അതിനിർണായകമായ നീക്കം. സംസ്ഥാന ഇന്റലിജൻസിനെയും കേരള പോലീസിനെയും പൂർണ്ണമായും ഇരുട്ടിൽ നിർത്തിക്കൊണ്ട് കോഴിക്കോട് നഗരത്തിൽ 9 ഇടങ്ങളിലാണ് ഇഡി മിന്നൽ റെയ്ഡ് നടത്തിയത്. മുൻ മന്ത്രി PM മുഹമ്മദ് റിയാസിന്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളെയും CPM നേതാക്കളെയും കേന്ദ്രീകരിച്ചായിരുന്നു ഈ സർജിക്കൽ സ്ട്രൈക്ക്. റിയാസിനെ നേരിട്ട് വലയിലാക്കാനും ചോദ്യം ചെയ്യാനുമുള്ള വ്യക്തമായ നീക്കങ്ങളുമായാണ് ഇഡി മുന്നോട്ട് പോകുന്നത്. വീണയെ ഇഡി ചോദ്യം ചെയ്തപ്പോൾ നൽകിയ നിർണായക മൊഴികളും അവരുടെ വീട്ടിൽ നിന്ന് പിടിച്ചെടുത്ത ഡയറികളുമാണ് ഈ റെയ്ഡിലേക്ക് വഴിവെച്ചത്. എക്സാലോജിക് കമ്പനിയുടെ അക്കൗണ്ടിൽ നിന്ന് കോഴിക്കോട്ടെ ചില വ്യക്തികളുടെ അക്കൗണ്ടുകളിലേക്ക് വലിയ തുകകൾ കൈമാറിയതായി ഡയറിയിൽ രേഖപ്പെടുത്തിയിരുന്നു. ഇതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ ആ പണമിടപാടുകളെല്ലാം ഭർത്താവ് റിയാസിന്റെ നിർദ്ദേശപ്രകാരമാണ് നടന്നതെന്നും റിയാസിന് മാത്രമേ ഇതിനെക്കുറിച്ച് അറിയൂ എന്നുമാണ് വീണ നൽകിയ മൊഴി. തെരഞ്ഞെടുപ്പ് ആവശ്യങ്ങൾക്കാണ് ഈ ഫണ്ട് കൈമാറിയതെന്നും വീണ സമ്മതിച്ചിട്ടുണ്ട്. ചോദ്യം ചെയ്യലിനിടയിൽ ഈ വ്യക്തികളെ ഫോണിൽ വിളിപ്പിച്ച് ഇഡി ബന്ധം സ്ഥിരീകരിക്കുകയും ചെയ്തു. കോഴിക്കോട് റെയ്ഡ് നേരിട്ട 6 പേരിൽ 4 പേരും മുഹമ്മദ് റിയാസിന്റെ ഫാറൂഖ് കോളേജ് കാലത്തെ സഹപാഠികളാണ്. ബാക്കി 2 പേർ പാർട്ടിക്കുള്ളിൽ റിയാസിന്റെ തണലിൽ ഉയർന്നു വന്നവരും. നിഖിൽ CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗവും റിയാസിന്റെ വിശ്വസ്തനുമാണ്. നിഖിലിന്റെ സോളാസ് എന്ന പരസ്യ കമ്പനി റിയാസിന്റെ മന്ത്രി എന്ന കാലത്താണ് വൻതോതിൽ വളർന്നത്. കോഴിക്കോട് നഗരത്തിലെ റോഡ് മീഡിയനുകളുടെ വീതി കൂട്ടിയതുപോലും ഈ കമ്പനിക്ക് പരസ്യ ബോർഡ് വെക്കുവാനാണെന്ന ആക്ഷേപമുണ്ട്. നന്ദുലാൽ DYFI നേതാവും റിയാസിന്റെ പ്രൊമോഷണൽ വീഡിയോകൾ ചെയ്തിരുന്ന ആളുമാണ്. PP ഷൈജൽ, വാരിഷ് കുളത്തിങ്കൽ റിയാസിന്റെ സഹപാഠികളായ ഇവർ യഥാക്രമം ഡെന്റൽ സർജിക്കൽ സ്ഥാപനത്തിന്റെയും പ്രമുഖ മാർബിൾ ഗ്രൂപ്പിന്റെയും ഉടമകളാണ്. ഫബീഷ് മുഹമ്മദ് റിയാസ് മുൻകൈയെടുത്തു തുടങ്ങിയ ബേപ്പർ ഫെസ്റ്റിന്റെ സംഘാടകനായി പ്രവർത്തിച്ച IT കമ്പനി ഉടമ. ഫൈജാസ് വിദേശത്തുള്ള പ്രവാസി വ്യവസായിയാണ്. ഇഡിയുടെ ഈ അപ്രതീക്ഷിത നീക്കത്തിനെതിരെ CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും ശക്തമായ പ്രതിരോധമായി രംഗത്ത് വന്നു. റെയ്ഡ് ചെയ്യപ്പെട്ടവർ റിയാസുമായി വെറും പരിചയമുള്ളവർ മാത്രമെന്നാണ് പാർട്ടി സെക്രട്ടറിയുടെ വാദം. പാർട്ടിയും നേതാക്കളെയും തകർക്കാൻ കേന്ദ്ര ഏജൻസികളെ ഉപയോഗിച്ച് പുകമറ സൃഷ്ടിക്കുകയാണെന്നും ഈ വേട്ടയാടലിനെ രാഷ്ട്രീയമായി നേരിടുമെന്നുമാണ് MV ഗോവിന്ദൻ വ്യക്തമാക്കിയത്. എന്നാൽ റിയാസുമായി അടുത്ത ബന്ധമുള്ളവരുടെ ബിസിനസ് സാമ്രാജ്യങ്ങളിലേക്ക് ഇഡി അന്വേഷണം വ്യാപിപ്പിച്ചത് അണികൾക്കിടയിൽ വലിയ ആശങ്കയ്ക്കാണ് കാരണമായിട്ടുള്ളത്. എക്സാലോജിക് കമ്പനി വഴി CMRL നിന്ന് കൈപ്പറ്റിയ 2,78,00,000 രൂപ എങ്ങോട്ടൊക്കെ ഒഴുകിയെന്നതിന്റെ കൃത്യമായ റൂട്ട് മാപ്പാണ് ഇഡി ഇപ്പോൾ തയ്യാറാക്കുന്നത്. റെയ്ഡിൽ പിടിച്ചെടുത്ത ഡിജിറ്റൽ തെളിവുകളുടെയും ബാങ്ക് രേഖകളുടെയും അടിസ്ഥാനത്തിൽ ഇവരുടെ സ്വത്തുക്കൾ മരവിപ്പിക്കുവാനുള്ള നടപടികളിലേക്കാണ് ഇഡി കടക്കുക. അടുത്ത ഘട്ടമായി മുൻ മന്ത്രി PM മുഹമ്മദ് റിയാസിനെ ചോദ്യം ചെയ്യാനായി ഇഡി സമൻസ് അയക്കുമെന്നാണ് പുറത്തുവരുന്ന സൂചനകൾ. മാസപ്പടി കേസ് എക്സാലോജിക്കിൽ നിന്ന് നേരിട്ട് മുൻ മന്ത്രിയിലേക്കും CPM നേതൃത്വത്തിലേക്കും പടർന്ന കാഴ്ചയാണ് കാണുന്നത്. എക്സാലോജിക് മാസപ്പടി കേസിൽ കോഴിക്കോട്ടെ സുഹൃത്തുക്കളുടെയും സഹപാഠികളുടെയും വീടുകളിൽ ഇഡി റെയ്ഡ് പൂർത്തിയാക്കിയതിന് പിന്നാലെ മാധ്യമങ്ങൾക്ക് മുന്നിൽ കടുത്ത ഭാഷയിൽ പ്രതികരിച്ച് PM മുഹമ്മദ് റിയാസും രംഗത്ത് വന്നു. തന്നെയും പാർട്ടിയും ലക്ഷ്യമിട്ട് കേന്ദ്ര ഏജൻസികൾ നടത്തുന്ന രാഷ്ട്രീയ വേട്ടയാടലാണിതെന്നും സംഘപരിവാർ അജണ്ടകൾക്ക് മുന്നിൽ ജീവൻ പോയാലും തലകുനിക്കില്ലെന്നും റിയാസ് വ്യക്തമാക്കി. മാധ്യമങ്ങളെ കണ്ട റിയാസ് ഇഡി റെയ്ഡിനെ പൂർണ്ണമായി തള്ളിപ്പറഞ്ഞു. എല്ലാ ഭാഗത്തു നിന്നും വളഞ്ഞിട്ട് ആക്രമിച്ചോളൂ, എന്നാൽ സംഘപരിവാറിന്റെ ഭീഷണികൾക്ക് മുന്നിൽ മുട്ടുമടക്കുവാൻ കമ്മ്യൂണിസ്റ്റുകാരെ കിട്ടില്ല എന്നായിരുന്നു റിയാസിന്റെ പ്രധാന ആക്ഷേപം. രാഷ്ട്രീയമായ ലാഭത്തിന് വേണ്ടിയാണ് തന്റെ സുഹൃത്തുക്കളുടെയും പഴയ സഹപാഠികളുടെയും വീടുകളിൽ കേന്ദ്രസേനയെ കാവൽ നിർത്തി ഇഡി പുകമറ സൃഷ്ടിക്കുന്നത്. ഒരു തെറ്റും ചെയ്യാത്തത് കൊണ്ട് തന്നെ ഇത്തരം റെയ്ഡുകളെ ഭയമില്ലെന്നും അവസാന ശ്വാസം വരെ ഇതിനെതിരെ പോരാടുമെന്നും റിയാസ് ആവർത്തിക്കുന്നു. വീണയുടെ മൊഴികളുടെ അടിസ്ഥാനത്തിലാണ് കോഴിക്കോട്ടെ റെയ്ഡ് എന്ന വാർത്തകൾ രാഷ്ട്രീയ ഗൂഢാലോചനയുടെ ഭാഗമെന്നാണ് റിയാസും ഒപ്പമുണ്ടായിരുന്ന CPM നേതാക്കളും ആരോപിക്കുന്നത്. റെയ്ഡ് ചെയ്യപ്പെട്ട 6 പേരും റിയാസുമായി വെറും പരിചയമുള്ളവർ മാത്രമല്ല, രാഷ്ട്രീയത്തിലും ബിസിനസ്സിലും വർഷങ്ങളുള്ള ഒരു വിശ്വസ്തത ഒക്കെ പുലർത്തി വരുന്ന ആളുകളാണ്. റിയാസ് പ്രതിരോധം തീർക്കുമ്പോഴും ഇഡി അന്വേഷണ സംഘം കൃത്യമായ തെളിവുകളോടെയാണ് മുന്നോട്ട് പോകുന്നത്. റെയ്ഡ് ചെയ്യപ്പെട്ട നിഖിലിന്റെ സോളോസ് പരസ്യ കമ്പനി, നന്ദുലാലിന്റെ ടൂറിസം പ്രൊമോഷണൽ വീഡിയോ ഇടപാടുകൾ എന്നിവയുടെ ബാങ്ക് അക്കൗണ്ടുകൾ ഇഡി നിരീക്ഷണത്തിലാണ്. എക്സാലോജിക് കമ്പനി വഴി മാറിയ പണം ഇവരുടെ ബിസിനസ്സുകളിലേക്ക് എത്തിയോ എന്നാണ് ഇഡി പരിശോധിക്കുന്നത്. റെയ്ഡിൽ പിടിച്ചെടുത്ത ഡിജിറ്റൽ രേഖകളുടെ അടിസ്ഥാനത്തിൽ സുഹൃത്തുക്കളുടെ സ്വത്തുക്കൾ മരവിപ്പിക്കുന്നതിലേക്ക് ഇഡി കടക്കുകയാണ്. ഏജൻസികളെ ഉപയോഗിച്ച് പാർട്ടി തകർക്കാൻ നോക്കേണ്ടെന്ന നിലപാടിൽ റിയാസും CPM നേതൃത്വം ഉറച്ചു നിൽക്കുകയാണ്. എന്നാൽ റെയ്ഡ് ചെയ്യപ്പെട്ട സുഹൃത്തുക്കളെ അടുത്തഘട്ട ചോദ്യം ചെയ്യലിനായി ഇഡി കൊച്ചി ഓഫീസിലേക്ക് വിളിപ്പിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ. ഈ കേസിൽ മുൻ മന്ത്രി മുഹമ്മദ് റിയാസിലേക്ക് നേരിട്ട് സമൻസ് എത്തുന്ന ദിവസങ്ങൾ വിദൂരമല്ല എന്ന സൂചനകളും ഇഡി കേന്ദ്രങ്ങൾ നൽകുന്നുണ്ട്. ഈ കേസിന്റെ ചരിത്രവും ഇഡിയുടെ മുൻകാല നീക്കങ്ങളുമൊക്കെ പരിശോധിക്കുമ്പോൾ ഇതൊരു പെട്ടെന്നുള്ള റെയ്ഡ് അല്ല എന്ന് വ്യക്തമാകും. കഴിഞ്ഞ മെയ് 27-ന് മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ തിരുവനന്തപുരത്തെ വാടക വീട്ടിലും
കണ്ണൂരിലെ തറവാട്ട് വീട്ടിലും ഒപ്പം മുൻ മന്ത്രി മുഹമ്മദ് റിയാസിന്റെ വസതിയിലും ഇ ഡി സമാനമായ പരിശോധനകൾ നടത്തുകയായിരുന്നു. അന്ന് നടത്തിയ ആ വ്യാപക റെയ്ഡുകളിൽ കണ്ടെത്തിയ രേഖകളുടെ അടിസ്ഥാനത്തിൽ എക്സാലോജിക്കുമായി ബന്ധമുള്ള 242 ബാങ്ക് അക്കൗണ്ടുകളിലായി ഏകദേശം 18.36 കോടി രൂപയാണ് ഇ ഡി മരവിപ്പിച്ചത്. അന്ന് പിടിച്ചെടുത്ത രേഖകളിൽ നിന്നാണ് ടി വീണയിൽ നിന്ന് തുക കൈപ്പറ്റിയ കോഴിക്കോട്ടെ ആ 6 പേരിലേക്ക് അന്വേഷണ സംഘം എത്തിച്ചേർന്നത്. കോഴിക്കോട് 12 മണിക്കൂറിലധികം നീണ്ടുനിന്ന പരിശോധനയിൽ ഈ അക്കൗണ്ടുകളിലേക്കുള്ള പണത്തിന്റെ സ്രോതസ് തെളിയിക്കുന്ന കൂടുതൽ ഡിജിറ്റൽ രേഖകൾ ഉദ്യോഗസ്ഥർ കണ്ടെടുത്തു. ഇ ഡി റെയ്ഡ് വാർത്ത പുറത്തു വന്നതോടെ CPM വലിയ രീതിയിലുള്ള പ്രതിരോധമാണ് കോഴിക്കോട് നഗരത്തിൽ ഉയർത്തിയത്. CPM കോഴിക്കോട് ജില്ലാ സെക്രട്ടറി എം മെഹബൂബിന്റെ നേതൃത്വത്തിൽ പാർട്ടി പ്രവർത്തകർ റെയ്ഡ് നടന്ന ഫ്ളാറ്റുകൾക്ക് മുന്നിലേക്ക് വലിയ പ്രതിഷേധ മാർച്ച് നടത്തി. നിഖിലിനെ ഇ ഡി ചോദ്യം ചെയ്യുന്നതിനിടയിൽ ഫ്ളാറ്റിലെത്തിയ ജില്ലാ സെക്രട്ടറി മെഹബൂബ് മാധ്യമങ്ങളോട് പറഞ്ഞത് ഇത് രാഷ്ട്രീയ പ്രേരിതമായ വെറും വേട്ടയാടൽ മാത്രമെന്നാണ്. BJPയും കോൺഗ്രസും ഒരുമിച്ച് ചേർന്നാണ് കേന്ദ്ര ഏജൻസികളെ കമ്മ്യൂണിസ്റ്റ് നേതാക്കൾക്കെതിരെ തിരിച്ചുവിടുന്നതെന്നും കേസിനെ രാഷ്ട്രീയമായി നിയമപരമായി നേരിടുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. എന്നാൽ ഇ ഡിയുടെ ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയില്ലെന്ന് വ്യക്തമാക്കിയ പാർട്ടി അണികൾ ഇ ഡി ഓഫീസുകൾ കേന്ദ്രീകരിച്ച് വരും ദിവസങ്ങളിൽ സമരം ശക്തമാക്കുമെന്നാണ് പ്രഖ്യാപിച്ചത്. റിയാസിന്റെ വിശ്വസ്തനായ പി നിഖിലിന്റെ ഉടമസ്ഥതയിലുള്ള സോളോസ് എന്ന പരസ്യ കമ്പനിയെക്കുറിച്ചാണ് ഇ ഡി ഇപ്പോൾ കൂടുതൽ അന്വേഷിക്കുന്നത്. കഴിഞ്ഞ LDF സർക്കാരിന്റെ കാലത്ത് ഈ കമ്പനി കോഴിക്കോട് നഗരത്തിൽ വൻതോതിൽ വളർന്നതിന് പിന്നിൽ മുൻ മന്ത്രി മുഹമ്മദ് റിയാസിന്റെ വലിയ സ്വാധീനമുണ്ടെന്നാണ് ഉയർന്നുവന്ന പുതിയ ആരോപണങ്ങൾ. റിയാസ് പൊതുമരാമത്ത് മന്ത്രിയായിരുന്ന സമയത്ത് കോഴിക്കോട് നഗരത്തിലെ നവീകരിച്ച പ്രധാന റോഡുകളുടെ ഡിവൈഡറുകൾ അഥവാ മീഡിയനുകൾ വൻതോതിൽ വീതി കൂട്ടി നിർമ്മിച്ചിരുന്നു. ആ സമയത്ത് തന്നെ ഇത് സോളോസ് കമ്പനിക്ക് വലിയ ഡിജിറ്റൽ പരസ്യ ബോർഡുകൾ സ്ഥാപിക്കാൻ വേണ്ടിയാണെന്ന് പ്രതിപക്ഷം ആക്ഷേപം ഉന്നയിച്ചിരുന്നു. ഈ പരസ്യ ഇടപാടുകളിൽ നിന്നുള്ള ലാഭവും എക്സാലോജിക്കിൽ നിന്ന് വന്ന പണവും എങ്ങോട്ടൊക്കെ വകമാറ്റിയെന്നാണ് ഇ ഡി ഇപ്പോൾ നിരീക്ഷിക്കുന്നത്. അന്വേഷണ ശൃംഖലയിൽ ഇ ഡി രണ്ടാമതായി പ്രാധാന്യം നൽകുന്നത് DTPC ഡെസ്റ്റിനേഷൻ മാനേജറും DYFI നേതാവുമായ എം നന്ദുലാലിനെയാണ്. റിയാസിന്റെ ഔദ്യോഗികവും വ്യക്തിപരമായ എല്ലാ പ്രൊമോഷണൽ വീഡിയോകളും ചെയ്തിരുന്നത് നന്ദുലാലായിരുന്നു. കൂടാതെ റിയാസ് മുൻകൈയെടുത്തു തുടങ്ങിയ ബേപ്പൂർ ഫെസ്റ്റിവലിന്റെ പ്രധാന സംഘാടകനായിരുന്ന ഫബീഷ് മുഹമ്മദും ഇ ഡിയുടെ റഡാറിലാണ്. ഈ വലിയ ഫെസ്റ്റുകളുടെയും സർക്കാർ ടൂറിസം പ്രൊമോഷനുകളുടെയും മറവിൽ വൻതോതിൽ പണമിടപാടുകൾ നടന്നിട്ടുണ്ടെന്നും ഈ തുകകൾ എക്സാലോജിക്കിലേക്ക് മാറിയ അക്കൗണ്ടുകളുമായി ബന്ധപ്പെട്ടിരിക്കുന്നുവെന്നുമാണ് ഇ ഡി സംശയിക്കുന്നത്. കോളേജ് കാലം മുതലുള്ള സുഹൃത്തുക്കളെ ഇത്തരം വലിയ ഔദ്യോഗിക പദവികളിലും കോൺട്രാക്ടുകളിലും തിരികെ കയറ്റിയതിന് പിന്നിൽ റിയാസിന്റെ കൃത്യമായ പ്ലാൻ ഉണ്ടായിരുന്നുവെന്നാണ് ഇ ഡി കോടതിയിൽ സമർപ്പിക്കാൻ പോകുന്ന റിപ്പോർട്ടിലുള്ളത്. പുതിയ വിവരങ്ങൾ അനുസരിച്ച് റെയ്ഡ് പൂർത്തിയായതിനു പിന്നാലെ CPM ജില്ലാ കമ്മിറ്റി അംഗം പി നിഖിലിനോട് കൊച്ചിയിലെ ഇ ഡി ഓഫീസിൽ നേരിട്ട് ഹാജരാകാൻ ആവശ്യപ്പെട്ട് സമൻസ് നൽകിയിട്ടുണ്ട്. ചോദ്യം ചെയ്യലിൽ പരസ്പര വിരുദ്ധമായ മറുപടികൾ നൽകിയാൽ ഇവരിൽ ചിലരുടെ അറസ്റ്റ് ഉൾപ്പെടെയുള്ള കടുത്ത നടപടികളിലേക്ക് ഇ ഡി നീങ്ങിയേക്കും. ഇതോടൊപ്പം പണം നൽകിയ ശൃംഖല പൂർണ്ണമാകുന്നതോടെ മുൻ മന്ത്രി PM മുഹമ്മദ് റിയാസിനെ ചോദ്യം ചെയ്യാനായി ഇ ഡി പ്രത്യേക ചോദ്യാവലി തയ്യാറാക്കുന്നതായും റിപ്പോർട്ടുകളുണ്ട്.